മമ്പുറം തങ്ങൾ, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, ഈ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ജീവിതങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൻ്റെ തീരത്തുണ്ടാക്കിയിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങളെ നമ്മളെങ്ങനെ എത്രത്തോളം വിലയിരുത്തി എന്നുള്ളത് വലിയൊരു അത്ഭുതത്തോടെ, വലിയൊരു ആശങ്കയോടെ കാണേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്തരം ജീവിതങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, പൊതുവെ നമ്മൾ കേരളം എന്ന് പറയുന്ന 3 നാട്ടുരാജ്യങ്ങൾ പിന്നീട് ഒത്തുചേർന്ന് ഉണ്ടായിട്ടുള്ള കേരളത്തിൽ എങ്ങനെയാണ് ഇവരുടെ ജീവിതങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അടയാളപ്പെടുത്താതെ പോയതെന്നുള്ള ചോദ്യത്തോടെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു ഊന്നൽ മമ്പുറം തങ്ങളുടെ മകനായിട്ടുള്ള സയ്യിദ് അലി തങ്ങളുടെ മകനായിട്ടുള്ള സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബൃഹത് സ്വഭാവം ആണ് നമുക്ക് പിടികിട്ടാത്തത്, നമ്മുടെ ചരിത്രകാരന്മാർക്ക് പിടികിട്ടാത്തത്. അദ്ദേഹം വളരെ അത്ഭുതകരമായി തോന്നും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതിയിട്ടുള്ള 2 പേരായിരിക്കാം വേണമെങ്കിൽ സയ്യിദ് അലി തങ്ങളും. ജീവചരിത്രങ്ങൾ എഴുതിയത് മാത്രമല്ല, ഈ 2 പേരെക്കുറിച്ചും പല ഭാഷകളിൽ, ഇപ്പോൾ ഏതാണ്ട് 4-5 ഭാഷകൾ, അറബി മലയാളം ഉൾപ്പെടെ അറബിയിലുണ്ട്, അറബിയിൽ പലരും എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് അടക്കം, ഇപ്പോൾ നമ്മുടെ മൊയിൻ മലയമ്മയും നമ്മുടെ മഹമ്മൂദ് കൂരിയെ കൂടെ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. ഇംഗ്ലീഷിൽ പലരും അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരിയായിട്ടുള്ള ചരിത്രകാരിയായിട്ടുള്ള സീമ അലവി എഴുതിയിട്ടുണ്ട്. തുഫ്സാൻ ബുസ്പിനാർ, മലയാളിയായിട്ടുള്ള വിൽസൺ എന്ന് പറയുന്ന ഒരു കക്ഷി കാനഡയിലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പല ഭാഷകളിലായിട്ട് ഈ 2 പേരെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അവരുടെ ജീവചരിത്ര അംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവരുടെ ജീവിതം തന്നെ, ഇപ്പം മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ഊന്നൽ നൽകുന്ന അദ്ദേഹത്തിൻ്റെ വൈവാഹിക ബന്ധങ്ങൾ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇന്ന് നമ്മൾ ആഗോളവൽക്കരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ലോകം വളരെ ചെറുതാണെന്ന് പറയുമ്പോൾ, ഒരു ഭാഗത്തു നിന്ന് മറ്റ് അമേരിക്കയിൽ നിന്ന് മറുവശത്തേക്ക് ഇപ്പോൾ പസഫിക് ഐലൻഡ്സിലേക്കൊക്കെ പോകാമെന്നുള്ള ദൂരം വളരെ ചെറിയ, ലോകം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്തരം ഒരു 200 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 180 വർഷങ്ങൾക്ക് മുൻപൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലൊരു ആഗോള സ്വഭാവം, ഒരു ഗ്ലോബാലിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു ആഗോളത നമ്മുടെ ഇവരുടെ എല്ലാം ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ കുറിച്ചറിയാം. അദ്ദേഹം ഒരു കല്യാണം കഴിച്ചിരുന്നത് തിമോർ എന്ന് പറയുന്ന ഇന്തോനേഷ്യ എന്നുള്ള പ്രദേശത്തു നിന്നായിരുന്നു. ഒരു കല്യാണം കഴിച്ചിരിക്കുന്നത് ഹദ്രമൗത്തി എന്നുള്ള അമ്മാവിൻ്റെ മകളാണ്. ഒരു കല്യാണം കഴിച്ചിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ്. 3 വ്യത്യസ്ത പ്രദേശങ്ങളിൽ 2 ഉപഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്ന ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ വൈവാഹിക ബന്ധം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന മമ്പുറം പൂക്കോയ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായൊരു സംഗതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ 4 പ്രദേശങ്ങളിൽ വ്യത്യസ്ത മനുഷ്യനായി ജീവിക്കുക. ആൾമാറാട്ടം നടത്തിയെല്ലാം പറയുന്നത് വളരെ അവിടെ ഉണ്ടായിരുന്ന ഒരു മതിപ്പും സ്നേഹവും ബഹുമാനവും ഒക്കെ 3-4 തരത്തിൽ കാണാം നമുക്ക്. ഒന്ന്, അദ്ദേഹം ആദ്യം നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗനായിട്ടുള്ള മൊയിൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇവിടെ നാട് കടത്തി അദ്ദേഹം പോകുന്നത് ജിദ്ദയിലാണ്. അന്ന് ജിദ്ദ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ ജിദ്ദയല്ല. അന്ന് കുറെ കൂടെ പലതരത്തിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഒത്തുചേരുന്ന സ്ഥലം കൂടിയായിരുന്നു. അവിടെ അദ്ദേഹത്തെ മലബാറിൽ നിന്നുള്ള പണ്ഡിതനായിട്ടല്ല, മറിച്ച് ഹദറമൗത്തിൽ നിന്നുള്ള ഷാഫി മദ്ഹബിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന, ഫിഖിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന പണ്ഡിതനായിട്ടാണ് അവിടെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ വളരെ മതിപ്പുണ്ടാക്കിയിരുന്നു. അവിടെ ജീവിതം അദ്ദേഹത്തെ ഒരുപാട് ശിഷ്യന്മാരുണ്ടാക്കിയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവിടെ പ്രതിപാദിക്കുന്ന, പ്രത്യേകിച്ച് അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹം ഇവിടെ ചെയ്തതുപോലെ അദ്ദേഹം മക്ക അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു ഇതുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരിങ്ങനെ ഈ മക്കയുടെ പ്രത്യേകിച്ചാൽ അല്ലെങ്കിൽ ഹിജാസും നജസും എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് കീഴടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നില്ല. എപ്പോഴും ഒന്നുകിൽ ഓട്ടോമൻ ടർക്സ് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ ഇബ്നു സൗദ് ഫാമിലിയൊക്കെയാണ് നിന്നിരുന്നത്. പക്ഷെ അവിടെ ആദ്യമായിട്ടൊരു കലാപം നടത്തുന്നത് ശരിക്കും മക്ക മസക്കറാണ്. അതിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്നു. അപ്പോൾ ഈ ഗൂഢാലോചന സിദ്ധാന്തം അവിടെ എപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഇവിടെ നേരത്തെ ഇവിടുന്ന് പുറത്താക്കുന്നതും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. മക്കയിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ അന്ന്
വിളിച്ചു കൊണ്ടുപോകുന്നത് ഒമാനിലെ, ഇന്ന് സലാല നേരത്തെ പറഞ്ഞല്ലോ, ചേരമാൻ പെരുമാളിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന ആ പ്രൊവിൻസ്, ആ പ്രവിശ്യയിലെ ആളുകൾ അദ്ദേഹത്തെ ഒരു തർക്കം, 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവരുന്നു അദ്ദേഹത്തെ. അങ്ങനെ അദ്ദേഹം മധ്യസ്ഥനായിട്ട് അവിടെ നിൽക്കുകയും അവിടെയും അദ്ദേഹത്തെക്കുറിച്ച്, അവിടെ അദ്ദേഹത്തിൻ്റെ പല വാനി റെക്കോർഡ്സിൽ അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദ് ഫസൽ മാപ്പിള എന്നാണ്. സെയ്ദ് ഫസൽ മാപ്പിള എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒമാനിലെ റെക്കോർഡ്സിൽ മറ്റെവിടുത്ത് അങ്ങനെ അറിയില്ലായിരുന്നു, മാപ്പിളയെന്ന് അറിയില്ലായിരുന്നു, മലബാറിയെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ അദ്ദേഹം മാപ്പിള എന്ന് പറയും, സെയ്ദ് ഫസൽ മാപ്പിള എന്നുള്ളത് നമുക്ക് എല്ലാ ഒമാനി റെക്കോർഡ്സിലും കാണാം. അപ്പോൾ അവിടെ ഒരു മധ്യസ്ഥനായിട്ട് മാറിയും അദ്ദേഹം ഒരു നല്ല രീതിയിൽ ആ ഒരു കോൺഫ്ലിക്റ്റ്, അവിടുത്തെ ഒരു കലഹം ഒത്തീർപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ മറ്റേ ഈ അന്നത്തെ തുർക്കി എന്ന് പറയുന്നത്, തുർക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവ്, മറ്റേ തുർക്കിയല്ല, രാഷ്ട്രമല്ല പറയുന്നത്, രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിനായിട്ടുള്ള ചെറിയൊരു ഒരസലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കൂടിച്ചേർന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്നും പിന്നെ പോയിട്ട് അൽ അസർ എന്ന് പറയുന്ന ഈജിപ്തിലെ സർവകലാശാല അദ്ദേഹം കുറച്ച് കാലം ജീവിക്കുന്നുണ്ട്. അവിടെ നിന്നും അദ്ദേഹം പോയിട്ട് പിന്നെ കാണാൻ പറ്റുന്ന നമുക്ക് തുർക്കിയിലെ സെയ്ദ് ഹാമിദ് പാഷ എന്ന് പറയുന്ന രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ, തുർക്കിഷ് സുൽത്താൻ്റെ, തുർക്കിയിലെ ഭരണാധികാരിയുടെ അഡ്വൈസറായിട്ട് കാണുന്നത്. അവിടെ അദ്ദേഹം ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഉപദേഷ്ടാവ് പോലെ, രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തുർക്കിയിലെ ടർക്കിഷ് സുൽത്താന് സഹായിക്കാൻ വേണ്ടി അതൊരു ഉപദേഷ്ടാവായിട്ട് മാറുന്നുണ്ട്. അവിടെ അദ്ദേഹം അറിയപ്പെടുന്നത് ഹദ്രമൗത്തിൽ നിന്ന് വന്ന ഹദ്രമി പണ്ഡിതനായിട്ടാണ്. അവിടെയും വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാനും അവിടെ പ്രവർത്തിക്കാനും കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് വീട്ടുതിറങ്കല്ലാവും അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, ഇത്രയും ബൃഹത്തായ ജീവിതം, 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ 4 സ്ഥലങ്ങളിൽ പ്രകാശിച്ചു നിന്നിരുന്ന ഒരു വ്യക്തിത്വത്തെ മലയാളത്തിൽ നമ്മളീ പറയുന്ന ഒരു സെക്കുലർ ഹിസ്റ്ററിയിൽ എത്രത്തോളം അടയാളപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ ഈ പേര് എവിടെയെങ്കിലും നമ്മൾ കേൾക്കാറുണ്ടോ? പൊതുചരിത്രത്തിൽ പൊതുവെ നമ്മളിങ്ങനെ സിമ്പോസിയങ്ങളിലും അടുത്ത കാലത്തായിട്ട് വലിയ മാറ്റമൊക്കെ വന്നു. പക്ഷേ കേരളത്തിലെ പൊതുചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഇടം കണ്ടു, ഇത്തരം ആളുകൾക്ക് ഇടം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വളരെ ഈ പ്രശ്നം ഇതെല്ലാം മാത്രമല്ല പറഞ്ഞു, നമ്മുടെ അതിർത്തികളെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തികൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു സംവിധാനത്തിന് പുറത്തു പോകുന്ന ആൾക്കാരെപ്പോഴും ആരും അടയാളപ്പെടുത്താറില്ല എന്നുള്ളത്. പല ജീവിതങ്ങളിലുള്ള ആൾ, ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഞാൻ അടുത്ത കാലത്ത് കെയ്മാരെ കുറിച്ചുള്ളൊരു പഠനം നടത്തുമ്പോൾ, കേരളത്തിലെ കെയ്മാർ എന്ന് പറയുന്ന വിഭാഗം, ആ ഫാമിലി ഒരുപാട് തരത്തിലുള്ള കച്ചവട ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. വലിയൊരു ശൃംഖല ഷിപ്പുകൾ, ഒരുപാട് കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നൊരു ഫാമിലിയാണ്. അവരെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് പറയുന്ന ഈജിപ്തിലും യമനിലും സൗദി അറേബ്യയിലും സദേൺ അറേബ്യൻ റീജിയനിലും ആഫ്രിക്കയിലൊക്കെ പങ്കാളികളുണ്ടായിരുന്നൊരു വലിയ കച്ചവട ശൃംഖലയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയാണ് കെയ്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അടയാളപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കിനെക്കുറിച്ച് കേരളത്തിൻ്റെ ഇക്കണോമിക് ഹിസ്റ്ററിയെ പരിശോധിക്കുമ്പോൾ എന്താണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? വളരെ വിരളമായ ചില സൂചനകൾ മാത്രമാണ് നിൽക്കുന്നത്. അതല്ലാതെ ഇത്തരം ആളുകളെക്കുറിച്ചോ, അതിനൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ എപ്പോഴും നമ്മുടെ ചരിത്രം ഒരു ഭൂകേന്ദ്രീകൃതമാണ്. നമ്മുടെ ഈ ഒരു ലാൻഡ് ബേസ്ഡ് എന്ന് പറയും. നമ്മുടെ ഇവിടെ ഒരു പ്രദേശത്തെ ആളുകൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തിനടുത്ത് നിൽക്കുന്ന പ്രദേശത്ത്, അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സമുദ്ര സഞ്ചാരങ്ങളെ വളരെ ചുരുക്കി മാത്രം നമ്മൾ പ്രകാശിപ്പിക്കാറുള്ളൂ നമ്മുടെ ചരിത്രങ്ങൾ. ഇതൊരു ചെറിയ പോരായ്മയാണ് പലപ്പോഴും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭാഷകൾ തന്നെ സംസാരിക്കുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ മമ്പുറന്നങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയതും അദ്ദേഹത്തിൻ്റെ കാലത്ത് എഴുതപ്പെട്ടതുമായ മിക്കവാറും ഗ്രന്ഥങ്ങൾ, ഇത് മാത്രമല്ല കേരളത്തിൻ്റെ കടൽ ചരിത്രത്തെക്കുറിച്ചുള്ള മിക്കവാറും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് അറബിയിലോ, അതിന് മുമ്പ് അറബികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വരുന്നതിനൊക്കെ മുമ്പ് ഹീബ്രുവിലൊക്കെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, പേർഷ്യനിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഷകൾ വായിക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് മിക്കവാറും ചരിത്രകാരന്മാരെന്ന് പറയും. ഈ ഭാഷകൾ വായിച്ചിട്ട് മോശപ്പെട്ട കാര്യത്തിലും പറയുന്നത്. പക്ഷേ ആ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ, കേരള ചരിത്രം നമ്മൾ സമ്പൂർണ്ണ കേരള ചരിത്രം നമ്മൾ എപ്പോഴും പുസ്തകങ്ങളിൽ കാണാം. ഇതെത്ര സമ്പൂർണ്ണമാവാറുണ്ട്? ഈ സമ്പൂർണ്ണമാവണമെങ്കിൽ നമുക്ക് ഈ 4 ഭാഷകളെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. പാലിയൊക്കെ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജ്ഞാനനിർമ്മാണത്തിന് സംഭാവന ചെയ്ത ഭാഷയാണ്. അപ്പം അത്തരം ഭാഷകൾ അറിയാതെ എങ്ങനെയാണ് നമ്മൾ സമ്പൂർണ്ണ ചരിത്രം എഴുതുന്നത്? അല്ലെങ്കിൽ അത്തരം ഭാഷകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ടെക്സ്റ്റുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്ക് എങ്ങനെയാണ് സമ്പൂർണ്ണ ചരിത്രം എഴുതാൻ പറ്റുന്നത്? സഞ്ജയ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞൊരു വാചകം പറയാം. അദ്ദേഹം പറയുന്നത്, കേരളത്തെക്കുറിച്ച്, റോമിനെക്കുറിച്ച് എഴുതണമെങ്കിൽ, റോമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ
കേരളത്തെക്കുറിച്ചൊരു അധ്യായം വേണം, അല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. കേരളത്തെക്കുറിച്ചുള്ള ചരിത്രം എഴുതുമ്പോൾ റോമിനെക്കുറിച്ചൊരു അധ്യായം വേണം, അല്ലെങ്കിൽ അതും പൂർണ്ണമാവില്ല. അത്രയും ബന്ധങ്ങളും വലിയ ശൃംഖലകളും കച്ചവട മത വിശ്വാസ ശൃംഖലകൾ പരന്നു കിടന്ന ഒരു ലോകത്തെക്കുറിച്ച് അതിൻ്റെ ഒന്നും അറിയാത്ത രീതിയിലാണ് നമ്മൾ ഇടപെടുന്നത്. വളരെ അജ്ഞതയോടുകൂടിയാണ് നമ്മൾ ഇടപെടുന്നത്. എന്ത് സംഭവിക്കുന്നു ആ ലോകത്ത് ഇന്നും ഏതാണ്ട് അത്തരം സങ്കീർണതകൾ മനസ്സിലാക്കാൻ പലപ്പോഴും ചരിത്രകാരന്മാർ കഴിയുന്നില്ല. ഇതൊരു പൊതുവായിട്ടുള്ള കേരളത്തിൽ മാത്രമല്ല പല സ്ഥലത്തും ഒരു പ്രശ്നമാണ്. ഈ സമുദ്ര സഞ്ചാരങ്ങളും ആ സഞ്ചാരങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്ന പല കച്ചവട പണ്ഡിത ശൃംഖലകളെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് ചരിത്രത്തിൽ എപ്പോഴും നിഴലിക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ചരിത്രം എഴുതുമ്പോൾ പ്രത്യേകിച്ച്, കാരണം ഇപ്പോൾ നമ്മുടെ ഈ സെയ്തന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ സെയ്തന്മാർ ഇവിടെ മാത്രമല്ല, ഏതാണ്ട് അതിലൊരു വലിയൊരു സഞ്ചാരപാത ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പലയിടത്തും നമുക്കൊന്ന് കാണാം. അവർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതവിശ്വാസ സ്വാധീനം പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജിഫ്രി ഹൗസ് എന്ന് പറയുന്ന വീട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടാകും പലരും, കോഴിക്കോട്. അവിടെയുള്ള ഫോട്ടോഗ്രാഫ്സ് ശ്രദ്ധിച്ചാൽ മതി. അവിടെയുള്ള ഫോട്ടോഗ്രാഫ്സ് അവരുടെ ഒരു ഫാമിലി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഹജ്ജിന് പോകുമ്പോൾ ആളുകൾ കൂടിച്ചേരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോസൊക്കെ ശ്രദ്ധിച്ചാൽ അതിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വന്ന ഒരാളുണ്ടാവും. ഇന്നത്തെ ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതിനിധി ഉണ്ടാവാം. കല്യാണങ്ങൾക്ക് അത്തരം പ്രതിനിധികൾ വന്നിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചെറിയ കുടുംബ ചടങ്ങുകൾക്ക് പോലും അത്തരം ഫോട്ടോഗ്രാഫുകളിൽ കാണാവുന്ന, ഇപ്പോൾ ഇബ്നു സുമയ്യത്ത് എന്നൊക്കെ പറയുന്ന കക്ഷികളൊക്കെ പലപ്പോഴും മലബാറിൽ വരുന്നത്, അദ്ദേഹം ആഫ്രിക്കയിലാണ്, ഈ സ്വാഹിലി കോസ്റ്റിൽ ജീവിച്ചിരുന്നിരുന്നത്. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു, ഇവരൊക്കെ തമ്മിൽ കണ്ടുമുട്ടലുണ്ടായിരുന്നു, അവരൊക്കെ തമ്മിലുള്ള ചർച്ചകളും ഒന്നിച്ച് എഴുതാനൊക്കെ പോലും തരത്തിലുള്ള ഒരു ബന്ധം അവർക്ക് പലപ്പോഴും രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു കാര്യം പലപ്പോഴും നമ്മളൊരു ഇടുങ്ങിയ കേരളത്തിൻ്റെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയുടെ ഒരു ദേശീയ ഇതിൽ നമ്മൾ മാത്രം അതിൻ്റെ ഒരു നാഷണൽ ക്യാരക്ടർ ആണ് നമ്മളെപ്പോഴും ഇടുങ്ങുന്നത്. ഇപ്പോൾ പലപ്പോഴും അതില്ലാത്ത, ഇപ്പോൾ സൂഫി ശൃംഖലകൾ, ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. പക്ഷേ അതിന് മുമ്പ് പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ഈ 4 പ്രദേശങ്ങൾ, അതായത് ആഫ്രിക്ക, പ്രത്യേകിച്ച് ഈസ്റ്റേൺ സ്വാഹിലി കോസ്റ്റ്, ഈസ്റ്റേൺ ആഫ്രിക്ക, ഇന്നിപ്പോൾ താൻസാനിയ എന്ന് പറയുന്ന, നേരത്തെ സാൻസിബാർ എന്ന് പറയുന്ന പ്രദേശം, സദേൺ അറേബ്യ, അതായത് തെക്കൻ അറേബ്യയുടെ പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ഇന്നത്തെ ഗൾഫ് കൺട്രികളിലായിട്ടുള്ള ഒമാൻ, സൗദി അറേബ്യ, യമൻ്റെ ഒരു പ്രദേശം, പിന്നെ നമ്മുടെ സൗത്ത് ഏഷ്യയിലെ മലബാർ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സിംഗപ്പൂർ, മലേഷ്യ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കൂടിച്ചേർന്ന് അവരുടെ സംസ്കാരങ്ങളും ഭാഷയും വസ്ത്രവും ഭക്ഷണവും ഒക്കെ ഇടകലർന്ന് അങ്ങനത്തെ ഒരു സങ്കര ലോകമായിരുന്നു അത്. ആ സങ്കര ലോകത്താണ് പല പുസ്തകങ്ങളും ഒക്കെ എഴുതുന്നത്. ആ സങ്കര ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മമ്പറന്നങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ കൻസുൽ ബറായിൻ പോലെ ജിഫ്രി തങ്ങൾ എഴുതുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ ഒക്കെ ആ രീതിയിലാണ്. ഇപ്പോൾ ഫതുൽ മുഈൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് കാലം പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്തിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അഫീഫി എന്ന് പറയുന്ന മലേഷ്യക്കാരനായിട്ടുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഫതുൽ മുഈൻ കോപ്പി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ നോക്കിയിട്ട് ഇവിടെ നമ്മുടെ പാളയം മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഒരുപാട് പുസ്തകശാലകളിൽ ഇത് കിട്ടുന്നുണ്ട്. അന്ന് ചെറിയ പൈസയുള്ളൂ, 150 രൂപ അങ്ങോട്ട് മറ്റേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ചത് കൊണ്ട് പുള്ളിക്ക് സമാനമായി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇനി ചെറിയൊരു പൈസ നമുക്കിവിടെ എല്ലായിടത്തും കിട്ടുന്ന എല്ലാ വീടുകളിലുമുള്ള സംഗതിയാണ്. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന വില എന്ന് പറയുന്നത്, പുള്ളി എന്നോട് ചോദിച്ചാൽ എത്ര പൈസയെന്ന് വെച്ചാൽ ഞാൻ പൗണ്ടിൽ കണക്ക് കൂട്ടി, അപ്പോൾ ചെറിയ പൈസ വരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം, ഇത്ര വലിയ വിശിഷ്ട കൃതി ഇത്രയും ചെറിയ പൈസയ്ക്ക്, അപ്പോൾ ഇത്രയും ഒരു പോപ്പുലർ ആണെന്നുള്ളപ്പോൾ സത്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല ഇവിടെ നിന്ന് എഴുതപ്പെട്ട പുസ്തകമാണെന്നും ഇവിടെ എല്ലാ വീടുകളിലും ഫതുൽ മുഈൻ ഉണ്ടെന്നുള്ളതും എല്ലാ ആളുകളും ഒരു തരത്തിൽ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണെന്നുള്ളതും. അതേപോലെ തന്നെ പോപ്പുലറാണ് ആ പുസ്തകം അവിടെ. അപ്പോൾ ഈ ഒരു സഞ്ചാരം, കൃതികളുടെ, ആളുകളുടെ മാത്രമല്ല ആശയങ്ങളുടെയും കൃതികളുടെയും ഒക്കെ ഒരു സഞ്ചാരം. ഇപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരുന്ന ഓരോ സംഗതികളും ഇവിടെ നിന്നുള്ള അതല്ല, ആർക്കറിയില്ല എവിടെ നിന്ന് വന്നാണെന്നുള്ളത്. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് കൈലിമുണ്ട്, ഇപ്പോൾ ആ ലുങ്കി പോലത്തെ അതൊക്കെ ഉപയോഗിച്ചിരുന്നത് യമനിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ്, അവിടെ നിന്ന് അവരോട് കൂട്ടിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൗലിൻ്റെ തൊട്ടി ഉണ്ടല്ലോ, നമ്മൾ വെള്ളം കോരുന്നത്,
അത് നമ്മൾ വളരെ പോപ്പുലറായിട്ടുള്ള സംഗതിയാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ, ഇങ്ങനെ ജീവിച്ചിരുന്ന ആൾ ഇപ്പോഴും ഏതാണ്ട് ഇതേപോലെയൊക്കെ ഈ തുടർച്ചയുണ്ട് അതിൻ്റെ. പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും ഒരു യൂണിറ്റിനും മാത്രം, ഒരു വലിയ കുറേ യൂണിറ്റുകളായിട്ട് വികസിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഒരു യൂണിറ്റും മാത്രം നമ്മൾ പരിശോധിക്കുകയാണ്. കുറേ കൾച്ചറൽ യൂണിറ്റ്സ് കൂടി ചേർന്നിട്ടൊരു ബൃഹത് ലോകമുണ്ടായിരുന്നു. ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ഫിനോമിനയ്ക്ക് എത്രയോ മുമ്പുള്ള ഒരു ആഗോളവൽക്കരണം നടന്നിട്ടുണ്ട്. അതിനാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ മനസ്സിലാക്കാതെ നമ്മൾ ഈ അതിൻ്റെ ഓരത്ത് നിന്നിട്ട് ഇതാണ് ലോകം എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും. അത് ചരിത്രത്തിൽ മുഴുവൻ നിഴലിക്കുന്നത് കാണാം. അങ്ങനെ ഇനി അതുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അതുണ്ടാക്കുന്ന തരത്തിലൊരു സാർവലൗകികതയുണ്ട് ശരിക്കും. നമ്മളൊക്കെ ഇപ്പോൾ പലപ്പോഴും പറയാം ലണ്ടൻ എന്ന് പറയാറുണ്ട്. ലണ്ടനെ പറ്റി പറയുമ്പോൾ ആളുകൾ പൊതുവെ പറയാം ഈ ഒരു തരത്തിൽ സാർവലൗകിക സ്വഭാവമുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ ഒത്തുചേരുന്നൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ സ്വത്വം പ്രകാശിപ്പിക്കാനും പറ്റും. അല്ലെങ്കിൽ ഒന്നിച്ചേർന്ന് നമ്മളൊരു ഒരു 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 എന്താ പറയുക ഒരു മെൽറ്റിംഗ് പോയിൻ്റ്, ഒരു ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ കാണാറുണ്ട്. പല വ്യത്യസ്ത ഭാഷ, ദേശം, സംസ്കാരം ഇതിൻ്റെയൊക്കെ ഒരു കൂടിച്ചേരുന്ന സ്ഥലമായിട്ട് കാണാറുണ്ട്. അങ്ങനത്തെ സ്ഥലത്തെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ആഘോഷിക്കാറുണ്ട് പാശ്ചാത്യരുടെ ഭാഷയിൽ ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ സ്പേസ് എന്ന് പറയുന്നത് ലണ്ടനാണ്. നമുക്ക് എത്രയോ കോസ്മോപൊളിറ്റൻ സ്പേസ് ഉണ്ട്. നമ്മൾ പൊന്നാനി ജില്ല, പൊന്നാനി എന്ന് പറയുന്ന സ്ഥലം നാഗരികവൽക്കരണത്തിൻ്റെ തന്നെ ആദ്യത്തെ മാതൃകകളിലൊന്നാണ്. പൊന്നാനിയിൽ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഒരു കൂടിച്ചേരലും അവിടെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ്, ചെറിയ സ്ഥലങ്ങൾ കാണാം, ഓരോ ക്വാർട്ടേഴ്സ് കാണാം. നമുക്ക് ഓരോരുത്തരും താമസിക്കുന്ന, വീട് വെച്ച് താമസിക്കുന്ന, അവരിടപെടുന്ന അങ്ങനത്തെ ഒരു ചെറിയ സ്ഥലങ്ങളാണ്. അതിനൊരു അർബനൈസേഷൻ പാറ്റേൺ ആദ്യമായിട്ട് കാണുന്ന സ്ഥലങ്ങളിലൊന്നാണ് പൊന്നാനി. അറിവിൻ്റെ നിർമ്മാണം, ജ്ഞാന നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥലമായിരുന്നു പൊന്നാനി എന്ന് പറയുന്നത്. ലണ്ടൻ അങ്ങനെയുള്ള ഒരു കോസ്മോപൊളിറ്റൻ സ്പേസ് ആവുന്നതിന് മുമ്പ് പന്തലായിനി എത്രയോ കൊല്ലം മുമ്പ് അങ്ങനത്തെ സ്ഥലമായിരുന്നു. കേരളത്തിലെ ഓരോ ചെറുപട്ടണങ്ങളും, പ്രത്യേകിച്ച് അറബികളും യഹൂദരും ക്രിസ്ത്യാനികളും താമസിച്ചിരുന്ന ഓരോ സ്ഥലങ്ങളും അത്തരം കോസ്മോപൊളിറ്റൻ സ്പേസാണ്. ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ നിങ്ങൾ? ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ജെറുസലേം കഴിഞ്ഞാൽ 4 മതവിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഒരു യഹൂദൻ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ യഹൂദരായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കുള്ളപ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് മുസ്ലിങ്ങളും യഹൂദരും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴും കേരളത്തിലുണ്ട്. ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദരും മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. ഹിന്ദുക്കളുണ്ട്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കോസ്മോപൊളിറ്റൻ സ്പേസസ് നമുക്ക് അത്ര അപരിചിതമായിരുന്നില്ല. നമ്മളൊക്കെ അങ്ങനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മമ്പുറം തങ്ങന്മാർ അത്തരം ബഹുസ്വരതയാണ് മമ്പുറം തങ്ങന്മാർ മനസ്സിലാക്കിയിരുന്ന് വളർത്താൻ ശ്രമിച്ചിരുന്നതും. അത്തരം ഒരു കോസ്മോപൊളിറ്റൻ, അപ്പം നമുക്കത് അതിൻ്റെ ഉൾച്ചേരലുകൾ, അതിൻ്റെ എന്തൊക്കെയാണ് അത്തരം ഒരു കോസ്മോപൊളിറ്റൻ സ്പേസിന് അല്ലെങ്കിൽ അത്തരം ഒരു സാർവലൗകിക സ്ഥലങ്ങളെ നിർമ്മിച്ചെടുത്ത് നോക്കണേ ഒരു രസമാണ്. കാരണം അതിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പല ശൃംഖലകളിൽപ്പെടുന്ന ആളുകളുടെ യാത്രകൾ, സിയാറത്തുകൾ, പലതരത്തിലുള്ള സിയാറത്തുകൾ. ഇപ്പോൾ ഇബ്നു സുമയ്യത്തിൻ്റെ കഥയിലൊക്കെ പറയുന്ന സിയാറത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് പേര് സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള കാവ്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള കാവ്യമാണ്. ഈ കാവ്യം കേരളത്തിൽ നിന്നുള്ള ഉണ്ടായത് മാത്രം, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പുനർനിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കാവ്യം നിർമ്മിക്കപ്പെടുന്നതിന് ചേരുവകൾ മുഴുവൻ വരുന്നത് പേർഷ്യനാണ്. പേർഷ്യൻ ഭാഷ അറിയാവുന്ന ഒരാൾ മഹാരാഷ്ട്രയിൽ വന്നിട്ട് അവിടെ നിന്ന് മുഹമ്മദ് ഷാ തങ്ങൾ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേർഷ്യൻ ഭാഷയിൽ പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് മോയിൻകുട്ടി വൈദ്യരുടെ പല കൃതികളും ഉണ്ടാവുന്നത്. ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. കാരണം പേർഷ്യൻ ഭാഷ അറിയുന്നു. ഇപ്പോൾ നമ്മൾ പോയി മുഹമ്മദ് ഷാ തങ്ങളുടെ വീട്ടിലൊക്കെ ചെന്നാൽ കാണാം പേർഷ്യൻ ടെക്സ്റ്റുകൾ കാണാം, ആയുർവേദ ടെക്സ്റ്റുകൾ പലരും ഇതിൽ കാണാം. ഇത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ വളപട്ടണം നേരത്തെ നമ്മുടെ മൊയിൻ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ബുഹാരികൾ വരുന്ന സ്ഥലം. അവിടേക്കുള്ള ആളുകളുടെ ഒരു ജ്ഞാനം, അവർക്ക് അവരുടെ ധാരണകൾ ലോകത്തെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരുപാട് ധാരണകളാണ്. അത് അവരുടെ ജീവൻ എന്ന് പറയുമ്പോൾ മറ്റേ ജലാലി റാത്തീബ്,
ജലാലിയ റാത്തീബ് എന്ന് പറയുന്ന സംഘടന, അത് ശ്രീലങ്കയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ചെയ്യുന്നത്. ജലാലിയ റാത്തീബ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ മറ്റേ സിലോൺ റേഡിയോ ഒക്കെ തുറന്നാൽ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട റാത്തീബാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ആളുകളൊക്കെ ബന്ധങ്ങൾ മുഴുവൻ സിലോണിലായിരുന്നു. നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് കോരപ്പുഴ കടന്നാൽ ജാതി മാറി, അതായത് എലത്തൂരിനും മറ്റേ കോഴിക്കോടിനും വടകരയ്ക്കിടയിലുള്ള കോരപ്പുഴ കടന്നാൽ ജാതി മാറി. കേരളത്തിൽ നിന്ന്, അതായത് കേരളത്തിലെ ഈ കൊല്ലത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നാൽ അവൻ നാട് വിട്ടു പോയി. മുമ്പൊക്കെ നമ്മളെ ആൾക്കാർ പലപ്പോഴും നമ്മൾ ഈ ആർക്കൈവ്സിലെ രേഖകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് രാജ്യം വിട്ടു. അപ്പം അത്രയും പരിമിതമായ ഒരു സ്ഥലസങ്കല്പമുള്ള സ്ഥലമായിരുന്നു കേരളം എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് ആളുകൾ ഇത്രയും വിദേശ ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നത്, ഇത്തരം വൈവാഹിക ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ഇത്തരം ബൃഹത്തായ ജീവിതം ജീവിക്കാൻ പറ്റുന്നവർക്ക് ചെറിയ സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഒരു ഭാവനകൾ ഞാനൊരു എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ഭാവന തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ കച്ചവട വിശ്വാസ ബന്ധങ്ങളാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അറക്കൽ ബീവി എന്ന് പറയുന്ന നമ്മളൊക്കെ കേട്ടിരിക്കുന്ന, നമ്മളൊക്കെ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ് അറക്കൽ ബീവി എന്ന് പറയുന്നത്. ഈ അറക്കൽ ബീവിയുടെ ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അറക്കൽ ബീവി എന്ന് പറയുന്നത് അവർ അധിവസിച്ചിരുന്ന സ്ഥലം, അല്ലെങ്കിൽ അവരുടെ റൂളിന് കീഴിലുണ്ടായിരുന്ന, ഒരു അധികാരത്തിന് കീഴിലുണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശമാണ്. അഴീക്കോട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റുവൻസിയുടെ കണ്ണൂരിൻ്റെ ഒരു ചെറിയ ഭാഗമാണിപ്പോൾ. ഒരു പഞ്ചായത്തിൻ്റെ വലുപ്പം പോലും ആ സ്ഥലത്താണ് അവർ ജീവിച്ചിരുന്നതും അവർ വാണിരുന്നതും. മറിച്ച് അവരുടെ അധികാരം ശരിക്കും കടലിലായിരുന്നു. അവരെപ്പോഴും അവരുടെ ഇപ്പം ഈ കെയ്മാർക്കും അറക്കലിനൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്ന ലക്ഷദ്വീപായിട്ടായിരുന്നു. അറക്കൽ ബീവിക്ക് സുൽത്താൻ ഹാമിദ് പാഷ എന്ന് പറയുന്ന കക്ഷിയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. തുർക്കിഷ്, അതായത് ഒട്ടോമൻ സുൽത്താനായിരുന്നു, അവരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഒരു അറക്കൽ ബീവിയുടെ ആങ്ങള മരിക്കുന്ന സമയത്ത് സുൽത്താൻ കത്തെഴുതുന്നുണ്ട്. ഒമാനി മറ്റേ ബുസൈദി റൂളേഴ്സ് എന്ന് പറയുന്ന ഒമാനിലെ രാജകുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധം അറക്കൽ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇന്ന് പോലും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്ന് പറയുന്ന വളരെ ഇപ്പം ഇന്ന് നയതന്ത്ര ബന്ധങ്ങളുടെ ഒരു വലിയ ലോകത്താണ് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴും നമ്മൾ ആ ഇടുങ്ങിയ സ്ഥല കേന്ദ്രീകൃതമായ ഒരു ചരിത്രത്തിലും ഒരു വർത്തമാനത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇതാണ് ഒരു വലിയ പോരായ്മയുടെ ഞാൻ വീണ്ടും പറയുന്നത്. രണ്ടാമത്തത് ഈ ജ്ഞാനനിർമ്മാണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അറിവിൻ്റെ ഉൽപ്പാദനം. ഇത് പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട്. പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കേരളത്തിൽ ഒരു തെറ്റിദ്ധാരണ എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ അറിവ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് ഒരു ആധുനികമായ അറിവ് ഉണ്ടാവുന്നത് ഒരു പ്രത്യേക പീരീഡിന് ശേഷമാണ്. പ്രത്യേകിച്ച് ആളുകൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ ജ്ഞാനം ഉൽപ്പാദിപ്പിച്ചെന്ന് പറയാറുണ്ട്. പല സംഘടനകളും അവരുടെ തന്നെ എഴുതി വയ്ക്കുമ്പോൾ വലിയ സ്ലോഗൻസായിട്ട് എഴുതി വയ്ക്കാറുള്ളത്, ഇതായിട്ട് എഴുതി വയ്ക്കുക, അന്ധകാരത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും അറിവിലേക്ക് എന്നുള്ളൊരു വലിയ സ്ലോഗനായിട്ട് കൊടുക്കാറുണ്ട്. സത്യത്തിൽ അതാണോ? എത്രയോ കാലമായിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ജ്ഞാനനിർമ്മാണം മുസ്ലിങ്ങളും മറ്റു വിഭാഗങ്ങളും എല്ലാത്തരം വിഭാഗങ്ങളും നടത്തിയിട്ടുണ്ട്. എല്ലാ മത സാമുദായിക വിഭാഗങ്ങളും അത്തരം അറിവുകൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ വേറെ പുതിയതായിട്ട് ഒരു നവോത്ഥാനം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല. മറിച്ച് കേരളത്തിലെ ഒരു സമയം, പ്രത്യേകിച്ച് കൊളോണിയൽ പീരീഡിൽ ഒരുപാട് ജ്ഞാനനിർമ്മാണം നടന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ വാഴക്കാട് അനിൽ കിബില വിവാദം എന്ന് പറയുന്നൊരു വിവാദം ഉണ്ടായിരുന്നു. കിബിലയുടെ ദിശ നിർണ്ണയിക്കുന്നതിനെ കുറിച്ചൊരു വലിയ വിവാദമുണ്ട്. ആ വിവാദത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ടെക്സ്റ്റുകൾ, അതിൽ അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കിതാബുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആസ്ട്രോണമിയെക്കുറിച്ച് വലിയ ഡിബേറ്റാണ് എന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ചില കുടുംബ വീടുകളിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള കിതാബുകൾ അല്ലെങ്കിൽ ഫത്വകളുടെ കൂട്ടങ്ങൾ, ഇപ്പോൾ കൊണ്ടോട്ടി പൊന്നാനി കൈത്തർക്കം വളരെ പരിചിതമാണ്. ആ സമയത്ത് മതപണ്ഡിതന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തും അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് ആ അഭിപ്രായങ്ങൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഇനി സലഫി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു വിമർശനം വരുന്നത് കേരളത്തിൽ നിന്നാണ്. അത്ഭുതമാണ്. കാരണം 1770-കളാണ് ഈ സലഫി അന്നത്തെ അവിടുത്തെ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സലഫി ആശയക്കാരായിട്ടുള്ള ആളുകൾ, അന്നത്തെ ബിൻ സൗദ് കുടുംബവും തമ്മിലൊരു സ്റ്റാറ്റസ് കോ എഗ്രിമെൻറ്റ്, നിങ്ങൾ ഭരിക്കുക, ഞങ്ങൾ മതനേതൃത്വം ഏറ്റെടുക്കാന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത്. ആ എഗ്രിമെൻറ്റ് വിമർശിച്ചുകൊണ്ട് 1780-കളിൽ ഇവിടുന്ന് വിമർശനം വരുന്നുണ്ട്. അറബ് ലോകത്തിന് പുറത്തുള്ള ആളുകൾക്ക് വളരെ അത്ഭുതകരമായി തോന്നാവുന്ന പല ചർച്ചകളും അന്ന് ഇവിടെ നടന്നിരുന്നു.
നമ്മൾ പല കാര്യങ്ങളും ഇടപെട്ട് സംസാരിച്ചിരുന്നു, പലർക്കും എഴുത്തെഴുതിയിരുന്നു. എത്രയോ എഴുത്തുകൾ ഇന്ന് ആർക്കൈവ്സിലും സ്വകാര്യ ശേഖരങ്ങളിലും കാണാൻ പറ്റും. ഒരുപാട് എഴുത്തുകൾ കാണാൻ പറ്റും. നമ്മൾ ഇപ്പം സംഗീതത്തെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ, ഇപ്പം നമ്മൾ സുംബ ഡാൻസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ആലോചിക്കാൻ പറ്റും. എത്രയോ ഫത്വകൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കേരളത്തിൽ പ്രസിദ്ധീ ചെയ്തിട്ടുണ്ട്. ചീനിമുട്ട്, ഇപ്പോൾ കൊണ്ടോട്ടിക്കാരുടെ ചീനിമുട്ടിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ഇത് വരുന്നുണ്ട്. നാലകത്ത് കാളിമാരുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇതിൻ്റെ. ഇതൊക്കെ നമുക്ക് ഞാൻ ഇതിൻ്റെ സംഗീതത്തെ അംഗീകരിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതല്ല ചോദ്യം. അറിവിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും ആശയങ്ങളും വിമർശനങ്ങളൊക്കെ വന്നിരുന്നൊരു സ്ഥലമാണ് കേരളം. അത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് ആളുകൾ ആധുനികരായെന്നും മറ്റേ ലിറ്ററസി ഉണ്ടായെന്നും ഒക്കെ പറയുന്നത് വലിയ തെറ്റാണത്, മണ്ടത്തരമാണത്. അതിനുശേഷമാണ് ഇപ്പോൾ 1920 ശേഷമാണ് ഇന്ത്യയിൽ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത്. ചില പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതിനല്ല, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പം സൈനുദ്ദീൻ മഖ്ദൂം എത്രയോ ആശയങ്ങളും മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഓരോ പണ്ഡിതന്മാരും അവരവരുടെ കാലത്ത് ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് നടത്തുന്ന പല കാര്യങ്ങളും പതുക്കെ പതുക്കെ പരിചയപ്പെടുത്തിയിരുന്ന ഒരു അങ്ങനത്തെ സ്ഥലമായിരുന്നു കേരളം. മലയാളികൾ അങ്ങനെ ഒരിക്കലും മാറി നിന്നിട്ടില്ല. നമ്മുടെ ചില ആശയങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമുദ്രത്തെ, ഇപ്പം നമ്മുടെ കാവ്യങ്ങളിലും പാട്ടുകളിലൊക്കെ ഈ സാധനമുണ്ട്. നമ്മുടെ ഒരു ആഗോള ഒരു ഗ്ലോബാലിറ്റി എന്ന് പറയുന്ന കൃത്യമായിട്ട് മലയാളം എനിക്ക് പറയാൻ അറിയില്ല. ഈ സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് ഇപ്പം നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മുടെയൊക്കെ തന്നെ പാട്ടുകൾ എടുത്തു നോക്കാം. മാപ്പിളപ്പാട്ടായാലും പഴയ മാലപ്പാട്ടായാലും പഴയ കിസ്സപ്പാട്ടായാലും ഇതിലൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും ഈ കപ്പൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ബിംബമാണ്. അല്ലെങ്കിൽ കടൽ സഞ്ചാരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ബിംബമാണ്. അല്ലെങ്കിൽ നീണ്ട യാത്രകൾ, സർക്കീട്ട് പാട്ടുകൾ എന്ന് പറയുന്ന ഒരു പാട്ട് രൂപം തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ. സർക്കീട്ട് പാട്ടുകൾ നമ്മുടെ മറ്റേ പേരെന്താണ്, മറ്റേ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ സർക്കീട്ട് പാട്ട് എന്ന് പറയുന്നൊരു കളക്ഷൻ ഉണ്ട്. ഒരുപാട് പേര് ഈ യാത്രകളെ കുറിച്ച് എഴുതുന്നുണ്ട്. ഇപ്പോൾ കപ്പപ്പാട്ട് എന്ന് പറയുന്ന കുഞ്ഞായി മുസ്ലിയാരെ കപ്പപ്പാട്ട് എന്ന് പറയുന്നത് കപ്പലിനാണ് ഒരു ബിംബമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ ആലോചനകളിലും സാഹിത്യത്തിലും നമ്മുടെ പാട്ടുകളിലും സാഹിത്യാവിഷ്കാരങ്ങളിലൊക്കെ ഇതുണ്ട്. ഈ കപ്പലും യാത്രയും ഒക്കെ ഉണ്ട് നമ്മുടെ. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നമ്മളെപ്പോഴും ഇടുങ്ങിയ കേരളത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന്, മലബാറിൻ്റെ ഒരു മൂലയിൽ നിന്ന്, മലപ്പുറം ജില്ലയുടെ ഒരു മൂലയിൽ നിന്ന് നമ്മൾ ലോകത്തേക്ക് കാണുന്നത്. നമ്മുടെ പൂർവികന്മാർ അങ്ങനെ ആയിരുന്നില്ല. പൂർവികന്മാർ അതിനേക്കാളും വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകത്ത് വിഹരിച്ചിരുന്ന, ലോകത്ത് സഞ്ചരിച്ചിരുന്ന, ലോകത്ത് ആശയവിനിമയം നടത്തിയിരുന്ന ആളുകളായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ഒരു പോരായ്മ നമുക്ക് എപ്പോഴും ലൈഫിലുണ്ട്. ഞാനതിന് അതിൻ്റെ ഒരു ഘട്ടം, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള കാലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൊളോണിയൽ പീരീഡിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നവോത്ഥാനത്തിലേക്ക് തിരിച്ചു വരാം. നവോത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ പലപ്പോഴും ഒരു സാമൂഹിക കാര്യമായിട്ടല്ല, ഒരു സോഷ്യൽ പ്രോജക്റ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിന് മതപരമായ അംശത്തെ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട്. നവോത്ഥാനം എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഇതിന് മതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നവോത്ഥാനം എന്ന് പറയുന്നത് 1930 ഉണ്ടായിട്ടുള്ള കാര്യമല്ല. നേരത്തെ മുതൽ കേരളത്തിലെ ആളുകൾ ആധുനികരാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ആധുനികതയ്ക്ക് ഇന്ന് പറയുന്ന ആധുനികമായിട്ടല്ല ബന്ധം. ഈ ആധുനികതയ്ക്ക് ബന്ധമുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അറബ് ലോകത്ത് ചർച്ച ചെയ്യുന്ന പല പണ്ഡിതന്മാരും പലരും ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ശരിക്കും ആധുനികത വക്താവാണ്. അദ്ദേഹമാണ് ആ രീതിയിൽ പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം എത്രയോ ആളുകൾ ഇതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിതൊരു പ്രത്യേക ഒരു സ്വിച്ച് ഓൺ ചെയ്ത പോലെ, സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന ഒരു സാധനം പോലെയല്ല നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനം കാലങ്ങളായിട്ട് നമുക്ക് പുറം ലോകത്ത്, ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത് എഴുതപ്പെട്ട കിതാബുകളിലൂടെയും ആശയപ്രചരണങ്ങളിലൂടെ ഇവിടെ വന്നെത്തിയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റഡ് മോഡേണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് റിഫോർമേഷൻ എന്ന് പറയുന്ന സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. പല പുസ്തകങ്ങളും ആ കാലത്ത് ഷെയ്ഖ് ദലാനിയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ ആ രീതിയിൽ അന്ന് പ്രചരിക്കപ്പെട്ടത്. പലരും അവരുടെ ശിഷ്യന്മാരായിരുന്നു. നമ്മുടെ അലി മുസ്ലിയാർ സൗദിയിൽ പഠിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. സൗദിയിൽ എത്രയോ ആളുകൾ നമ്മളിവിടെ നിന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നു, എത്രയോ ആളുകൾ മലേഷ്യയിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നു, എത്രയോ ആളുകൾ ഇന്തോനേഷ്യയിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നു. ഇവരിലൂടെ കടന്നെത്തിയ ഒരു ഇസ്ലാമികമായൊരു ആധുനികത കേരളത്തിലുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു നവോത്ഥാന ത്വര കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒരു നവോത്ഥാനത്തിൽ അതിന് ഏറ്റവും പ്രശ്നം വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ അവസാനം നമ്മൾ ആലോചിക്കുമ്പോൾ ഈ നവോത്ഥാനമെല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളൊരു കുറച്ച് കാലമായിട്ട് ഈ നവോത്ഥാനത്തെക്കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നമുക്ക് മറ്റ് ഒരു രേഖകൾ ഇത് കാണുന്നില്ല.
അത് ഈ മുസ്ലിം വിഭാഗം മാത്രമേ പറ്റും, ക്രിസ്ത്യാനികളുടെ ഉണ്ടായിരുന്ന ആധുനികതയെക്കുറിച്ചുള്ള, അതായത് പാശ്ചാത്യേതര, അതായത് നോൺ വെസ്റ്റേൺ മോഡേണിറ്റി, നോൺ വെസ്റ്റേൺ റിഫോം എന്നൊക്കെ പറയുന്നത് എത്രയോ കാലമായിട്ട് നമുക്കിവിടെ ഉണ്ടായിരുന്ന ആധുനികത ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈസ്റ്റേൺ ചർച്ചസ് അവരൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ജൂതന്മാർ കേരളത്തിൽ വരുമ്പോൾ തന്നെ ഹഷ്കല എന്ന് പറയുന്ന ഒരു ആധുനികത, ഒരു തരത്തിലുള്ള നവോത്ഥാന പ്രസ്ഥാനമായിട്ടുണ്ട് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ആശയങ്ങൾ പ്രചരിച്ചിരുന്ന ഒരു ഇടമായിരുന്നു ആധുനികതയെക്കുറിച്ച് ചർച്ചകൾ. അതിൽ നിന്ന് മാറി പാശ്ചാത്യരാണ്. അതിന് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു സോഷ്യൽ ഈക്വലൈസർ എന്ന് പറയും. എപ്പോഴും ഒരു സമുദായത്തിൽ നടന്നത് തന്നെ ആയിരിക്കണം മറ്റു സമുദായത്തിൽ നടന്നെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെയല്ല. കേരളത്തിലിപ്പോൾ പല സമുദായങ്ങളിലും പല രീതിയിലാണ് നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. നാരായണ ഗുരു ഒരു പരിധി വരെ തീർച്ചയായിട്ടും നമുക്ക് പാശ്ചാത്യ ആധുനികവുമായിട്ട് സന്ധി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിനൊരു ഒരു സ്റ്റാഗ്നേഷൻ, ഒരു എന്താ പറയുക, ഒരു അനക്കം ഉണ്ടാക്കാൻ വേണ്ടി, സ്റ്റാഗ്നേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നാരായണ ഗുരു സംസ്കൃതത്തെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരുന്നുണ്ട്, ആധുനിക വിദ്യാഭ്യാസത്തെ കൊണ്ടുവരുന്നുണ്ട്. ആ അനക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് മറ്റു പ്രദേശങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന പല കൃതികളും മലയാളത്തിലേക്ക് എന്താ പറയുക ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു വലിയ ടെക്സ്റ്റുകളുടെ ലോകം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ സൂഫി എന്ന് എടുക്കുകയാണ്. നമ്മുടെ സൂഫിസം എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു? നമ്മുടെ സൂഫിസം മലയാളത്തിൽ ഇപ്പോൾ ബാലവി തരീക്കത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട തരീക്കത്തായിരുന്നു. ഈ തരീക്കത്ത് ഇൻഡോ പേർഷ്യൻ തരീക്കത്തുമായി വളരെ വ്യത്യസ്തമാണ്. അവിടെ കവാലികൾ, അല്ലെങ്കിൽ സാഹിത്യ അല്ലെങ്കിൽ ഒരു ഗാന ശാഖകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മാലപ്പാട്ടും നേർച്ചപ്പാട്ടുമാണ്. ഇതൊന്നും നമ്മുടെ വടക്കൻ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. വടക്കൻ ഇന്ത്യയിൽ കവാലികളാണ്. ഇവിടുത്തെ സൂഫികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ മുൻപന്തിൽ നിന്നിരുന്ന ആളുകൾ. ഇപ്പോൾ മമ്പ്രം തങ്ങന്മാരും പാണക്കാട് തങ്ങന്മാരൊക്കെ, പാണക്കാട് ഹുസൈൻ തങ്ങളൊക്കെ രാഷ്ട്രീയ പോരാട്ടത്തിൽ, അങ്ങനെയുള്ള ആളുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഇതൊക്കെ ഈ വ്യത്യസ്തത മുഴുവൻ കൊണ്ടുവന്നത് സൂഫിസത്തിലുള്ള. മാത്രമല്ല നമ്മുടെ തന്നെ പല കാര്യങ്ങളും എടുത്തു, നമ്മുടെ ഈജിപ്ഷ്യൻ സ്വാധീനത്തിൻ്റെ വലിയൊരു അംശം കാണാൻ പറ്റും. നമ്മുടെ പേരുകളൊക്കെ തന്നെ, നമ്മുടെ പ്രധാനപ്പെട്ട യൂസഫ് കിസ്സ, എന്തുകൊണ്ട് യൂസഫ് കിസ്സ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ലോറായി മാറി? അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധം മുഴുവൻ ഈജിപ്റ്റായിരുന്നു, അല്ലെങ്കിൽ യമനായിരുന്നു. നമുക്ക് വളരെ കുറച്ച് ബന്ധങ്ങൾ ഈ പേർഷ്യൻ, സെൻട്രൽ ഏഷ്യൻ, തുർക്കി പ്രദേശങ്ങളുമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ചില കൊടുക്കൽ വാങ്ങലല്ലാണ്ട് വ്യാപകമായി നമ്മൾ ഇടപെട്ടിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന അറബികളും, പിന്നെ ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തെക്കൻ കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക, കിഴക്കൻ ആഫ്രിക്കയുടെ ഭാഗങ്ങളായിട്ട് വരുന്നു. ആ ബന്ധങ്ങളാണ് ഇവിടുത്തെ സൂഫിസത്തെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്, അതിന് പരുവപ്പെടുത്തിയെടുത്തിട്ടുള്ളത് പലപ്പോഴും ആ ബന്ധങ്ങളായിരുന്നു. നമ്മുടെ സൂഫിസം പലപ്പോഴും അതിന് മാറി നിൽക്കാൻ കാരണം നമ്മൾ കവാലികൾക്ക് പകരം നമുക്ക് അതിനേക്കാളും അതേപോലെ തന്നെ സമ്പുഷ്ടമായിട്ടുള്ള നേർച്ചപ്പാട്ടുകളും മാലപ്പാട്ടുകളും ഉണ്ടായിരുന്നു. അപ്പം മമ്പുറം മാല വളരെ ഫേമസ് ആയിട്ടുള്ള മാലയാണ്, ഒരു മഞ്ഞക്കുളം മാല, അങ്ങനെ ഒരുപാട് മാലകൾ എന്ന് പറയുന്ന ഒരു സാഹിത്യ ശാഖന രൂപപ്പെട്ടിരുന്നു. നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ഇതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കവാലികളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കവാലികളൊക്കെ അതേപോലെ തന്നെ ഇപ്പോൾ മാലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ മാലകളും ആത്മീയമായും സാഹിത്യപരമായും വലിയൊരു റെപ്പോസിറ്ററിയാണ്, ഒരു എന്താ പറയുക, ഇതിനെ മുഴുവൻ സംഭരിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ സ്വത്താണ് നമുക്കുള്ളത്. ആ സ്വത്തിനെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഖവാലിയിലേക്ക് പോകുന്നു. ഖവാലി മോശം നേരത്തിലല്ല പറഞ്ഞു, പക്ഷേ അന്വേഷണം, ഒരു ആന്തരികമായ ഒരു അന്വേഷണം ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒരു പുനരന്വേഷണം നല്ല ആൾക്ക് തന്നെ ആവശ്യമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു പ്രതീക്ഷ കാണുന്നത് തീർച്ചയായിട്ടും ഇത്തരം അന്വേഷണങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ, ആശംസ പറഞ്ഞ ഷാഫി സാഹിബും അതിനുമ്പോൾ പ്രഭാഷകനും സൂചിപ്പിച്ച പോലെ ഒരു വലിയൊരു മാറ്റം കാണുന്നുണ്ട്. ഈ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വലിയ തരത്തിൽ ഒരു ശൃംഖല പണ്ഡിതരുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വലിയ ശൃംഖല കേരളത്തിൽ നിന്നും, കേരളത്തിനകത്തും പുറത്തും, പ്രത്യേകിച്ച് കേന്ദ്ര സർവകലാശാലകളിൽ അങ്ങനെ ഉള്ള ചർച്ചകളിലും അങ്ങനെയുള്ള വിഷയങ്ങൾ ഗവേഷണ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഓഫ് യങ് സ്കോളേഴ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഇവരെല്ലാം ഉപയോഗിക്കുന്ന സോഴ്സുകൾ വന്ന മാറ്റമാണ്. അവരുപയോഗിക്കുന്ന കിതാബുകൾ, അവരുപയോഗിക്കുന്ന പുസ്തകങ്ങൾ, അവരുപയോഗിക്കുന്ന എഴുത്തുകൾ, ഈ എഴുത്തുകളെല്ലാം കാലക്രമേണ മാറിയിട്ടുണ്ട്. മുമ്പ് നമുക്ക് കുറച്ച് സോഴ്സുകൾ ഉണ്ടായിരുന്നുള്ളൂ.
ചില ശേഖരങ്ങൾ, പ്രത്യേകിച്ച് ആർക്കൈവ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെ പുരാവസ്തു ശേഖരങ്ങളൊക്കെ ആയിരുന്നു. അത് പ്രത്യേകിച്ച് കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ ഉണ്ടാക്കിയിട്ടുള്ള ശേഖരങ്ങളായിരുന്നു. ഇന്ന് ആ ശേഖരങ്ങളിൽ നിന്ന് മാറി പള്ളി ദർസുകളിൽ ഉപയോഗിക്കുക. താനൂർ പള്ളിയിലെ കിതാബുകളുടെ ശേഖരം ഇന്ന് വലിയ സോഴ്സായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിലുള്ള ഇപ്പോൾ പൊന്നാനിയിലെ വലിയ പള്ളിയിലെ സോഴ്സുകൾ ഇന്ന് പ്രധാനപ്പെട്ട സോഴ്സുകളായി മാറിയിരിക്കുകയാണ്. ഇത്രയും നാൾ അവഗണിച്ചിരുന്ന ആളുകൾ, ഗവേഷകർ, ഈ പറയുന്ന അക്കാഡമിക പണ്ഡിതന്മാർ അവഗണിച്ചിരുന്ന പല സോഴ്സുകളും ഇന്ന് വളരെ പ്രധാനപ്പെട്ട സോഴ്സുകളായി മാറി അതിലൂടെ മനസ്സിലാകുന്ന സമുദ്ര സഞ്ചാരങ്ങളും ആ സഞ്ചാരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ദേശാന്തരീയ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ ഇന്നത്തെ പുതിയ തലമുറയിലുള്ള ആളുകൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പറയുന്ന സെമിനാർ അടക്കം. ഇപ്പോൾ മൊയ്നൊക്കെ അതിൽ വളരെ നന്നായിട്ട് ഇടപെടുന്ന ഒരു കക്ഷിയാണ്. ഒരു പാരലൽ ലോകമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായൊരു ലോകം അക്കാദമികത്തിനുള്ളിൽ തന്നെ ഉണ്ട്. അതിന് മുന്നിട്ടിറങ്ങിയ ആളുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ദാർഹുദ പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരം സുന്നി സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളാണ് കൂടുതലുള്ളത്. ഞാൻ മറ്റാളുകൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ കൂടുതൽ ഇടപെടുന്നത് ഇത്തരം ആളുകളാണ്. അവരൊരു ഈ സോഴ്സിനെ തന്നെ, അവരുടെ ഒരു അന്വേഷണങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ സോഴ്സ് തന്നെയാണ്. മുമ്പ് ഈ സഞ്ചാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് അറിയാൻ പറ്റും? കേരളത്തിൽ ഈ സഞ്ചാരങ്ങൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ 2 തരത്തിലുള്ള സഞ്ചാരങ്ങളെക്കുറിച്ചുള്ള രേഖപ്പെടുത്തൽ. ഒന്ന്, ഒരാൾ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം രാജ്യം വിട്ടു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്ഥലഭാവനയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അയാൾ കടൽ കൊള്ളക്കാരൻ. ഇപ്പോൾ നമ്മൾ ഷിപ്പിൽ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അയാൾ കടൽ കൊള്ളക്കാരെന്നാണ് പല രീതിയിൽ വിശേഷിപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അയാളൊരു ഫാനറ്റിക് എന്ന് പറയുന്നത് മതഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അത്തരം രചനകളിൽ നിന്ന് അതിനൊരു ഒരു ഒരു തിരിച്ചിടൽ, അതിനെ ഒരു റദ്ദാക്കൽ നടത്തിയിട്ടുള്ളത് ഇന്ന് നടക്കുന്ന ഒരു ശ്രമമാണ്. ആ ശ്രമം ഇവിടെ മാത്രം ഒതുക്കാതെ കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കാനും അതിനൊരു സ്പിൽ ഓവർ ഇഫക്റ്റ് അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രാദേശിക ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് അത്തരമൊരു രചനാരീതിക്ക് മുൻതൂക്കം കൊടുത്തുണ്ട്. കടൽ യാത്രകൾക്കും ദീർഘസഞ്ചാരങ്ങൾക്കും ഇത്തരം നമുക്ക് നേരത്തെ പിടികിട്ടാത്ത ബൃഹത് ജീവിതങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്പറം തങ്ങന്മാർ പോലെ ബൃഹത് ജീവിതമുള്ള ആളുകൾ അടയാളപ്പെടുത്താൻ പറ്റുന്നൊരു ചരിത്രം നമുക്ക് വേണം. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 4 പ്രദേശങ്ങളിലും 4 തരത്തിൽ അറിയപ്പെട്ടിരുന്ന മമ്പറം തങ്ങളുടെ ബൃഹത് ജീവിതം, മമ്പറം തങ്ങൾ പൂക്കോയ തങ്ങളുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കണം. അവിടുത്തെ പരിമിതികളും നമുക്ക് പരിഹരിക്കണം. അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്, പലയിടത്തും എഴുതിയിരിക്കുന്നത് മമ്പറം തങ്ങൾ എന്ന് പറയുന്നത് ഹദ്രമി എന്നാണ്. മലബാറിയായിട്ടുള്ളൊരു ഹദ്രമൗത്തുകാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. മലബാറിൽ അത്തരം ജ്ഞാനനിർമ്മാണത്തിനും പ്രത്യേകിച്ച് ഇസ്ലാമിക ജ്ഞാനനിർമ്മാണത്തിനും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളതും ഇസ്ലാമിക് മാത്രമല്ല പല രീതിയിൽ ഇപ്പോൾ ആസ്ട്രോണമിയെക്കുറിച്ചുള്ള പല ടെക്സ്റ്റുകളൊക്കെ അന്നോട് പ്രചരിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വാഴക്കാടുണ്ടായിട്ടുള്ള ടെക്സ്റ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതുപോലുള്ള ഒരു സ്ഥലമായിരുന്നു മലബാർ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ചരിത്രരചനകൾ വരണം. അതിന് ഇന്നത്തെ സാമ്പ്രദായിക ചരിത്രത്തിന് പറ്റില്ല. അതിൻ്റെ ഒരു പരാജയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മറികടന്നുകൊണ്ട് പുതിയ തരത്തിലുള്ള ചരിത്രരചനകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.